ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നവോദയ വിദ്യാലയങ്ങളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റിന്റെ ടയർ 1 എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ അപ്ലിക്കേഷന്റെ സമയമാണ്, എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. ടയർ 1ന്റെ എക്സാം ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് ഈ പറഞ്ഞ 01/2025 എന്നുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലേക്കും കോമൺ പരീക്ഷ തന്നെയാണ്. അത് ടീച്ചിങ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് രണ്ട് പോസ്റ്റുകളിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പോസ്റ്റുകളിലെയും ടയർ 1 നടക്കുന്നത് 10th and 11th ജനുവരി 2026, അതായത് ജനുവരി 10-11 തീയതികളിലായിട്ട് KVയുടെ നവോദയ വിദ്യാലയങ്ങളുടെയും ടയർ 1 എക്സാമിനേഷൻ നടക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി അധിക സമയമില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ജനുവരി 10 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 45-46 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ടയർ 1 പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടയർ 2 എഴുതാനായിട്ട് പറ്റുള്ളൂ. ടയർ 1 പാസ്സാവുക എന്നുള്ളത് അത്ര വലിയൊരു ബാലികേറാമലയല്ല. കാരണം നമുക്കറിയാം ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി, മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി തുടങ്ങിയ വിഷയങ്ങളാണ് വരുന്നത്. അതിനകത്ത് മറ്റ് നമ്മുടെ സബ്ജക്റ്റ് ഒന്നും പഠിക്കാനായിട്ടില്ല. അപ്പോൾ ടൈമിന്റെ ഒരു കാര്യമാണ് അതിനകത്ത് നോക്കാനുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. 3 മാർക്ക് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മാർക്കും 1 മാർക്ക് തെറ്റുത്തരത്തിന് നെഗറ്റീവും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങളില്ല, കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താണെങ്കിലും നോക്കണം. നമ്മുടെ കോഴ്സ് ഇതിനായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് തുടരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉൾപ്പെടെ നമ്മുടെ കോഴ്സിൽ ഉണ്ടാവും. അപ്പോൾ ഡേറ്റ് നോക്കി വെക്കുക. ഇനി സമയമില്ല, ഏറ്റവും ഇന്റൻസീവ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട സമയമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.